ഗുഡ് ഈവനിങ്, നമസ്കാരം. ഗൾഫ് ടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൻവീറും നിസാറുമാണ് 360 റേഡിയോയിൽ നിന്ന് നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ക്രിക്കറ്റിനെ കുറിച്ചാണ്. ക്രിക്കറ്റിലെ ഒരു രാജാവിനെ കുറിച്ചാണ്. ഈ തലമുറ ക്രിക്കറ്റിലെ രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിങ് കോഹ്ലിയാണ്. അങ്ങനെ തന്നെയാണ് കോഹ്ലി എന്നുള്ള പേരിനൊപ്പം കിങ് എന്ന് പറയുന്നൊരു വിശേഷണം കൂടി അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ കിങ് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ക്രിക്കറ്റിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഫോർമാറ്റ് എന്ന് എല്ലാ കാലവും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ടെസ്റ്റ്. ആ ക്രിക്കറ്റിൽ നിന്നാണ് കോഹ്ലി വിരമിച്ചിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശകലനങ്ങളൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ടാവും. ടെസ്റ്റ് ക്രിക്കറ്റും കോഹ്ലിയും തമ്മിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ പല റെക്കോർഡുകളും ഭേദിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ഈ ഒരു റിട്ടയർമെൻറ്റ് വാർത്ത വന്നിരിക്കുന്നു. പലർക്കും ഷോക്കിംഗ് ആണ് ഈ ഒരു വാർത്ത. കുറച്ച് കാലം കൂടെ അദ്ദേഹം കളിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. നിസാറിന് എന്തായിരുന്നു തോന്നിയത് ഈ ഒരു അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ? അതെ, കുറച്ചു കാലം കൂടെ അദ്ദേഹം കളിക്കും തന്നെയാണ് തോന്നിയിരുന്നത്. കാരണം ടെസ്റ്റ് ക്രിക്കറ്റിൽ 10,000 റൺസ് പൂർത്തിയാക്കാതെയാണ് അദ്ദേഹം ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ 10,000, ഏകദിനത്തിൽ ഓൾറെഡി 14,000 13,000 കഴിഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു സാഹചര്യത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ 10 കൂടെ തികച്ചിട്ട് അദ്ദേഹം വിരമിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതുണ്ടായില്ല. പക്ഷേ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അത്ര നല്ലൊരു റെക്കോർഡല്ല ഉണ്ടായിരുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും 14 വർഷത്തോളം 2011 ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. അതിനുശേഷം ഇന്ന് ഈ 15 വർഷം, ഈ 2025 വരെയുള്ള കാലയളവിൽ എല്ലാം തവണയും അദ്ദേഹത്തിൻ്റെ കാരണങ്ങൾ കൊണ്ടല്ലാതെ ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാതിരുന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ അദ്ദേഹത്തിലുള്ളൊരു വിശ്വാസത്തിൽ ഇന്ത്യക്കാർക്ക് ഒരിക്കലും ഒരു കുറവ് പലപ്പോഴും ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സമയത്ത് അദ്ദേഹം കളിക്കുമെന്നുള്ളൊരു വിശ്വാസം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ തൻവീറോട് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കോഹ്ലിയെ സംബന്ധിച്ച് എനിക്ക് ഒരു കാലത്ത് അത്ര ഇഷ്ടമില്ലാത്തൊരു കളിക്കാരനായിരുന്നു. കാരണം സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡുകൾ മറികടക്കാൻ വന്നവൻ എന്നുള്ളൊരു ഫീലിംഗ്, അതെ, അതാണ് എനിക്ക് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഞാനൊരു ഹാർഡ് കോർ സച്ചിൻ ഫാനായിരുന്നു. സച്ചിൻ്റെ കളികൾ, അല്ലെങ്കിൽ സച്ചിൻ കളി നിർത്തിയ സമയത്ത് കളി കാണൽ നിർത്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അതിൽ പെട്ടൊരു ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇപ്പം കോഹ്ലി കളിക്ക് ഇറങ്ങിയിട്ട് അധികം വൈകാതെ തന്നെ വളരെ വേഗത്തിൽ തന്നെ അദ്ദേഹം ഈ 30 സെഞ്ചുറികൾ പൂർത്തിയാക്കുന്നു. മറ്റ് സെഞ്ചുറികളിലും റൺസുകളിലും ഒക്കെ റെക്കോർഡുകൾ ഇങ്ങനെ ചേസ് ചെയ്ത് വരുന്നു. അപ്പം നമ്മുടെ മനസ്സിൽ ഒരു എന്തൊന്നില്ലാത്തൊരു വികാരമാണ് അദ്ദേഹത്തോട് തോന്നുന്നത്. ഒരു കാലത്ത് പോണ്ടിങ്ങിനോട് ഉണ്ടായിരുന്നു. പോണ്ടിങ് വളരെ പെട്ടെന്ന് തന്നെ സച്ചിൻ്റെ റെക്കോർഡിനടുത്തേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് റിക്കി പോണ്ടിങ്ങിനോട് ഉണ്ടായിരുന്ന അതേ ഒരു വികാരം, അല്ലെങ്കിൽ അതിലും കൂടിയൊരു വികാരം, കാരണം അതിനേക്കാളും മികച്ച രീതിയിലാണ് കോഹ്ലി കടന്നു വരുന്നത്. അപ്പോൾ എന്തെന്നില്ലാത്തൊരു വികാരമാണ് കോഹ്ലിയോട് ഉണ്ടായിരുന്നത്. എന്തെന്നില്ലാത്ത ഒരു ദേഷ്യം കലർന്നൊരു വികാരം. പക്ഷേ ഇന്ത്യൻ ടീം ജയിക്കുന്നത് കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ സന്തോഷമുണ്ട്. എങ്കിലും കോഹ്ലി അടിക്കേണ്ട, ബാക്കിയുള്ളവർ അടിച്ച് ജയിച്ചോട്ടെ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിലെല്ലാം ഉപരി കോഹ്ലി എന്നുള്ളൊരു ക്രിക്കറ്ററോട് നമുക്ക് സ്നേഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു ഇന്ത്യൻ ടീമിന് അദ്ദേഹം നൽകിയ സംഭാവനകളെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ സ്ഥിതിക്ക് അതിനുള്ളൊരു വലിയൊരു ഇഷ്ടമുണ്ട്. പിന്നീട് കാലം കൊണ്ട് അദ്ദേഹം ഈ ലോകകപ്പ് സ്വന്തമാക്കുന്നതിൽ, 2020 ലോകകപ്പ് സ്വന്തമാക്കുന്നതിൽ, ഗവാസ്കർ ബോർഡർ ട്രോഫി ഈ 2019 ടെസ്റ്റ് ക്രിക്കറ്റിൽ സ്വന്തമാക്കുന്ന ആ ഒരു സമയത്ത്, അപ്പോഴേക്കൊക്കെ പിന്നീട് ആ ഒരു മാറി. കാരണം കാലം ഒരുപാട് മുന്നിലേക്ക് പോയി. പിന്നെ ആരെങ്കിലും ഒക്കെ ഈ റെക്കോർഡ് മറികടക്കേണ്ടതെന്നുള്ള അവസ്ഥ വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ട് വരുന്ന സമയത്ത് ആ കോഹ്ലിയോടുള്ള ഒരു ദേഷ്യമൊക്കെ മാറി ഒരു ഇഷ്ടമുള്ള ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഭാഗ്യമുള്ള കളിക്കാരൻ എന്നുള്ള നിലയിൽ ഭാഗ്യമുള്ള കളിക്കാരനാണ് എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ പറഞ്ഞ ഏകദിന ലോകകപ്പ്, 2020 ലോകകപ്പ്, ഇതൊക്കെ കോഹ്ലിക്ക് കളിച്ചുകൊണ്ട് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവസാനത്തിലാണ് സച്ചിൻ ആ റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത്. തൻ്റെ കരിയറിൽ ഒരു ട്രോഫി പോലും ഇല്ലാതെ കരിയർ അവസാനിപ്പിക്കേണ്ടി വരുമെന്നുള്ളൊരു ദുർഘട സാഹചര്യം എന്ന് തന്നെ പറയാം. ആ സമയത്ത് കോഹ്ലി ഉൾപ്പെടെയുള്ള ആളുകളാണ് സച്ചിനെ തോളിലേറ്റിക്കൊണ്ട് ആ കപ്പ് സമ്മാനിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഒരുപക്ഷെ ആ ഒരു ട്രോഫി ഇല്ലാതെയാണ് സച്ചിൻ വിരമിച്ചത് എങ്കിൽ അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാലും ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്നൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അതിന് പകരം ട്രോഫിയോട് കൂടെ തന്നെയാണ് സച്ചിൻ പോയത്. പക്ഷേ കോഹ്ലിയെ സംബന്ധിച്ച് 2 ലോകകപ്പുകൾ, വേൾഡ് കപ്പ്, ഏകദിന ലോകകപ്പ്, 2020 ലോകകപ്പ് 2 ഉണ്ടെന്ന് തോന്നുന്നു. 2008 കോഹ്ലി കളിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, ആ 2 ലോകകപ്പും പിന്നെ ഈ ഒരു ഏകദിന വേൾഡ് കപ്പും അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. ഇനി 2027 ഏകദിന വേൾഡ് കപ്പ് കളിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയാണ് ഇന്ത്യക്കാർ മൊത്തത്തിൽ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു ലോകകപ്പോടു കൂടെ വിരമിക്കൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അത് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.
തൻവീറിന് എന്താണ് ഇപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഒരു ഫീലിംഗ് ഉള്ളത്? അല്ല, വിരാട് കോഹ്ലി എന്ന് പറയുന്നത് പറഞ്ഞ പോലെ എന്താ, എനിക്ക് തോന്നുന്നു സച്ചിൻ കടുത്ത ആരാധകർക്ക് വലിയൊരു പ്രശ്നം ഉണ്ടതുകൊണ്ട് തന്നെ ആ സമയത്ത് തുടക്കത്തിൽ കാരണം അതിവേഗത്തിലാണ് ഓരോ റെക്കോർഡുകളും കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നത് സച്ചിൻ്റെത്. അതിലെ ഇടയിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ആദ്യം ചെറിയൊരു ദേഷ്യം ഉള്ള ഒരു വിഭാഗം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം ഡിബേറ്റുകളൊക്കെ ഞാൻ പങ്കെടുത്തായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇനീഷ്യലി നമുക്കും അത്തരത്തിലുള്ള തോട്ടൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് പിന്നീട് നമ്മളത് ചിന്തിക്കുമ്പോഴാണ് ഇത്തരം സാധനങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ പെടുമ്പോഴാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുന്നത്. അതേപോലെ തന്നെ രണ്ടുപേരുടെയും ക്യാരക്ടർ, നമ്മളിപ്പോൾ ഒരാളെ ഒരു ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് അതിനകത്ത് അവരുടെ ഒരു ടാലൻറ്റും സ്കില്ലിനപ്പുറത്തേക്ക് ചിലപ്പോൾ നമ്മൾ അവരുടെ ക്യാരക്ടറിനെ കുറിച്ചൊക്കെ നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ പൊതുവിൽ നമ്മുടെ ഒരു ഇന്ത്യൻ ഒരു കൾച്ചറിൻ്റെയൊക്കെ ഒരു പൊതുവെയുള്ളൊരു ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശാന്തമായിട്ട് നിൽക്കുക, സമാധാനത്തിൽ നിൽക്കുക, എല്ലാവരോടും ചിരിച്ച് നല്ല രീതിയിൽ നിൽക്കുന്ന സച്ചിനെ പോലത്തെ, സച്ചിൻ അങ്ങനെ നമ്മൾ ഐക്കണായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോൾ അതിന് പകരം സച്ചിൻ്റെ അതേ ടാലൻ്റ് ഉള്ള ഒരാൾ വരുന്നു. ബട്ട് സ്വഭാവം നേരെ ഓപ്പോസിറ്റാണ്. നമുക്കറിയാം, വൻ അഗ്രഷൻ. ഒരു ബോളറിന് വിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ബോളറിനേക്കാളും വലിയ ആവേശം കാണിക്കുന്ന ആളാണ് നമ്മുടെ വിരാട് കോഹ്ലി. ആ ക്യാരക്ടറിലും വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ബട്ട് അതിനൊക്കെ മറികടന്നിട്ട് ഇത്ര ആളുകളുടെ പ്രിയപ്പെട്ട ഒരാളായി മാറി. നമ്മൾ തന്നെയാണ് കിങ് കോഹ്ലി എന്നുള്ള പേര് കോഹ്ലി കൊടുത്തത്. അത് കോഹ്ലിയുടെ അമേസിങ് ടാലൻറ്റ് കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നിപ്പോൾ നിലവിലുള്ളതിൽ ഇപ്പോൾ ലോക ക്രിക്കറ്റിൽ എല്ലാവരുടെ അടുത്തും ഐക്കൺസ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന ഒരു പേര് വിരാട് കോഹ്ലി തന്നെയാണ്. എല്ലാ രാജ്യക്കാരുടെയും പല യങ്സ്റ്റേഴ്സ്, പല പുതിയ താരങ്ങളുടെയൊക്കെ അവരോടൊക്കെ ചോദിക്കുന്നത് അവരുടെ ഇൻ്റർവ്യൂവിലൊക്കെ അവർ പറയുന്ന ഒരു പേര് വിരാട് കോഹ്ലി തന്നെയാണ്. കാരണം ഇവരൊക്കെ ആ രീതിയിൽ ഐക്കണായിട്ട് കാണുന്നുണ്ട്. ഇത്രയും ചെറിയ ഒരു ഇന്നിങ്സ് സച്ചിനായിട്ട് കമ്പയർ ചെയ്യുമ്പോഴൊക്കെ പല ഇന്നിങ്സും വളരെ കുറവാണ്. ആ ഇന്നിങ്സിലാണ് ഇത്രയും നേട്ടം നേടിയത്. പക്ഷേ കോഹ്ലിനെ എന്നെ ഏറ്റവും ഫേവറേറ്റ് ആക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഒരുപാട് താരങ്ങൾ, പല ടാലൻ്റ് ആയിട്ടുള്ള ക്രിക്കറ്റേഴ്സ് നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും വിദേശ മണ്ണിൽ പോകുമ്പോൾ ഒന്ന് അടിപതറി പോകുന്ന ആളുകളാണ് പല ആളുകളും നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു യുഗം കഴിഞ്ഞാൽ ഇപ്പോൾ സച്ചിൻ, ഒരു ദ്രാവിഡ്, ലക്ഷ്മൺ യുഗം കഴിഞ്ഞപ്പോൾ ഒരു ഗ്യാപ്പ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഇനി ആരും പുറത്ത് പോയിട്ട് ആരും കളിക്കാൻ പറ്റുന്നില്ല. അവരുടെ ബൗൺസറിന് മുന്നിൽ, അവരുടെ പേസിന് മുന്നിൽ ദക്ഷിണാഫ്രിക്കയിലാണെങ്കിലും ഇംഗ്ലണ്ടിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലൊക്കെ പെടുന്ന കുറച്ച് ബാറ്റ്സ്മാൻമാർ ഒരു ടീമാണ് നമുക്കുണ്ട്. ഇവിടുന്ന് നല്ല ഫോമിലുണ്ടാവും, അവിടുന്ന് ഉണ്ടാവില്ല. ബട്ട് അതിനൊരു മാറ്റം കൊണ്ടുവന്ന ഒരാൾ വിരാട് കോഹ്ലിയാണ്. നമുക്ക് ഫോറിൻ പിച്ചിൽ ഗംഭീരമായിട്ട് അദ്ദേഹം കളിക്കുമായിരുന്നു. അതിനുള്ള കോൺഫിഡൻസ് എനിക്ക് തോന്നുന്നു അദ്ദേഹം കളിക്കുന്നതിലൂടെ മറ്റ് ബാറ്റ്സ്മാൻമാർക്കും സമ്മാനിച്ചിട്ടുള്ള ഒരാളാണ് വിരാട് കോഹ്ലി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിൽ പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ, ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ പ്രായത്തെക്കുറിച്ചുള്ളൊരു ബോധമാണ് എനിക്ക് ഈ റിട്ടയർമെൻറ്റ് പറയുന്ന സമയത്ത് ഉണ്ടാകുന്നത്. കാരണം ക്രിക്കറ്റ് ആദ്യമായിട്ട് ഞാൻ കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 98-2000 ആ സമയത്തൊക്കെയാണ്. അതിന് മുമ്പുള്ളൊരു കാലഘട്ടത്തിലാണ്. വീട്ടിൽ TV ഒന്നുമില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ ആദ്യം കണ്ട കളിക്കാരെന്ന് പറയുന്നത് ഒന്ന് അസറുദ്ദീൻ, ജഡേജ, നയൻ മോങ്കിയ, ഇങ്ങനെയുള്ളൊരു ടീമിന് അന്ന് സച്ചിനുണ്ട്. ഇങ്ങനെ ഒരു ബാച്ചാണ് മനസ്സിൽ ആദ്യം വരുന്നത്. അതുപോലെ തന്നെ അജിത് അഗാർക്കർ, പിന്നെ കൈഫ് എന്നുള്ള പേര് പറഞ്ഞു കേട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഗാംഗുലി ഉണ്ട്, പിന്നെ ദ്രാവിഡും. ഇത്രയും ഒരു ടീമിനെ, ഈ ഒരാളുകളെ കുറിച്ചാണ് നമ്മൾ ആ സമയത്ത് പറഞ്ഞു കേൾക്കുന്നത്. പിന്നീട് അത് കഴിഞ്ഞ് ഒരു 2003 ലോകകപ്പ് വരുന്ന സമയത്താണ് പിന്നീട് അടുത്തൊരു ബാച്ച് ടീം വരുന്നത്. അത് ഏറ്റവും മികച്ചൊരു ടീം, ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ടീമിലൊന്നായിരുന്നു അന്ന്. കാരണം സച്ചിൻ, ദ്രാവിഡ്, ഗാംഗുലി, സെവാഗ്, ഗംഭീർ, പിന്നെ സഹീർ ഖാൻ, നെഹ്റ എന്നൊക്കെ തുടങ്ങി ഇന്ത്യയിലെ എക്കാലത്തും നമ്മൾക്ക് എടുത്തു വെക്കാൻ പറ്റുന്നൊരു ടീമായിരുന്നു അന്ന് ആ ലോകകപ്പിലുണ്ടായിരുന്നത്. അന്ന് എല്ലാ കളികളും ആധികാരികമായി ജയിച്ച് അവസാനം ആ ഫൈനലിൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടു പോയൊരു അവസ്ഥയൊക്കെയുണ്ട്. അപ്പോൾ ആ ഒരു ടീം, അത് രണ്ടാമത്തെ കാലഘട്ടമാണ് എൻ്റെ ഓർമ്മയിലുള്ള കാര്യമായിട്ട് പറയുന്നത്. അത് രണ്ടാമത്തെ കാലഘട്ടം. അതിനുശേഷം 2007 ലോകകപ്പിൽ ഇവരെല്ലാം തകർന്ന് തരിപ്പണമായിട്ട് ഒന്നുമില്ലാതെ ആയിപ്പോയിട്ട് ആ ഒരു ജനറേഷൻ തന്നെ അങ്ങ് വാഷ് ഔട്ടായി പോകുന്നു. ദ്രാവിഡില്ല, ഗാംഗുലി ഇല്ല, സഹീർ ഖാൻ പിന്നെയും കളിച്ചിട്ടുണ്ട്. പിന്നീട് കുറേ പേര് ആ ഒരു സമയത്ത് കുറേ പേര് അങ്ങ് അതുപോലെ അങ്ങ് ഇല്ലാതായി പോകുന്നു. കുംബ്ലെ, അവരൊക്കെ അങ്ങ് ആ സമയത്ത് പതുക്കെ അങ്ങ് ഇല്ലാതായി പോകുന്നു. പിന്നീടാണ് ഒരു ധോണി യുഗം വരുന്നത്. ധോണി മാറിയിട്ട് ധോണിയുടെ അടുത്തേക്ക് ക്യാപ്റ്റൻസി വരുന്നു. ഗാംഗുലിയുടെ ക്യാപ്റ്റൻസി മാറി ദ്രാവിഡിന്റെ അടുത്തേക്ക് വരുന്നു. ദ്രാവിഡിൽ നിന്നാണ് പിന്നെ ഇത് മാറുന്നത്. ഗാംഗുലിയുടെ പിന്നെ ധോണി യുഗം വരുന്നു. അത് പിന്നെ ഒരു യുഗത്തിലാണ് യുവരാജ്, ധോണി, പിന്നെ കൈഫ് ആ സമയത്ത് കുറച്ചുകൂടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കോഹ്ലി, രോഹിത് അവരെല്ലാം കുട്ടികളായിട്ടാണ് അന്ന് ആ സമയത്ത്. സച്ചിൻ അന്നുണ്ട് ഒരു ടീമിലെ മുതിർന്ന താരം എന്നുള്ള നിലയിൽ. അങ്ങനെ 2011 ലോകകപ്പൊക്കെ വരുന്നു. 2013-14 കാലഘട്ടം ആകുമ്പോഴേക്ക് ധോണി ആൻഡ് ടീം പിന്നിലേക്ക് പോകുന്നു. ആ സമയമാകുമ്പോഴേക്ക് യുവരാജൻ ടീം അവരൊക്കെ പോകുന്നു. പിന്നീടാണ് ഇപ്പോൾ പറയുന്ന നമ്മുടെ രോഹിത്തും
കോഹ്ലിയും ഒക്കെ കളം നിറഞ്ഞ് കളിക്കുന്നത് അവർ ഇന്ത്യൻ ക്യാപ്റ്റൻസിയിലേക്കും എല്ലാം വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ആ ഒരു ജനറേഷനും കൂടെ ഇപ്പോൾ പിന്നിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നമ്മളുടെ മുന്നിലൂടെ ഈ കാലങ്ങളൊക്കെ കടന്നുപോയി എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റൊരു ജനറേഷൻ, ഒരു ശുഭ്മാൻ ഗില്ലിൻ്റെയൊക്കെ ഒരു ജനറേഷൻ, എനിക്ക് അത്രത്തോളം ഇപ്പോൾ പേരുകളൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ വൈഭവിൻ്റെയൊക്കെ ഒരു പ്രതീക്ഷയുള്ള താരമാണ് വൈഭവ് സൂര്യവംശി പോലെയുള്ള പുതിയ താരങ്ങളുടെ പ്രതീക്ഷയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഇത്രയും കാലം, ഈ 10-25 വർഷത്തിനിടയ്ക്ക് ഇത്രയും ജനറേഷൻസ് ഇതിനിടയിൽ വന്നുപോയി എന്നുള്ളതാണ്. ആ ഒരു എല്ലാ സമയത്തും ഓരോ ഐക്കൺസ് ഉണ്ടാവുമെന്ന് പറഞ്ഞ പോലെ, പക്ഷേ ചില ഐക്കൺസ് തലമുറകൾക്ക് അപ്പുറം, ആ ഒരു സീസൺ അപ്പുറം നിലനിൽക്കും. ഡെഫിനറ്റ്ലി അത്തരത്തിൽ നിലനിൽക്കുന്ന ഒരു പേര് തന്നെയാണ് വിരാട് കോഹ്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് വിരാട് കോഹ്ലിയെ കുറിച്ച് ഒരു കാര്യം കൂടെ എനിക്ക് ആഡ് ചെയ്യാനുള്ളത് ഫിറ്റ്നസിന്റെ ഒരു കാര്യമാണ്. ഫിറ്റ്നസിന്റെ കാര്യം വിരാട് കോഹ്ലിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിനെ കുറിച്ച് പറയേണ്ടത്, അദ്ദേഹം അണ്ടർ-19 കളിച്ച സമയത്തൊക്കെ നമുക്ക് വിരാട് കോഹ്ലിക്ക് മീഡിയ അറ്റൻഷനെ കിട്ടിയിരുന്നു. അപ്പോൾ നമുക്ക് കണ്ടതാണ് വളരെ ചബ്ബി ആയിട്ടുള്ള ഒരു വിരാട് കോഹ്ലിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ബട്ട് അദ്ദേഹം ഏതൊരു സീരീസിൽ അതേ ഫോം ഔട്ട് ആവുകയും അങ്ങനെ എന്തൊരിക്കുന്ന സമയത്ത് കണ്ണാടി നോക്കുകയും, അപ്പോൾ ഇങ്ങനെയാണോ, ഞാനൊരു സ്പോർട്സ്മാനല്ല, ഞാനൊരു കൺട്രിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാളല്ല, ഇൻ്റർനാഷണൽ അത്ലീറ്റ് എന്ന നിലയ്ക്ക് ഞാൻ ഇങ്ങനെയല്ലല്ലോ വേണ്ടതെന്നുള്ള അന്ന് ആ രാത്രി എൻ്റെ തീരുമാനം മാറ്റി ഫിറ്റ്നസ്സിന് പ്രാധാന്യം കൊടുത്തു എന്നാണ് പറയുന്നത്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് മാത്രമല്ല, എനിക്കൊന്ന് ആ ടീമിൽ തന്നെ ഫിറ്റ്നസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അത് എത്രത്തോളം യൂസ്ഫുള്ളാണ്. അദ്ദേഹം ബിറ്റ്വീൻ ദ വിക്കറ്റ്സ് അദ്ദേഹം എടുക്കുന്ന റൺ അപ്പോൾ എപ്പോഴും ചർച്ച ചെയ്യുന്നത്, അത് ധോണിയും ആണെങ്കിലും രണ്ടുപേരുമാണ് റണ്ണിങ്ങിൽ, ഇവരുടെ കൂടെ അപ്പുറത്ത് ഓപ്പോസിറ്റ് ആരാണ് ബാറ്റ്സ്മാൻ അവരുടെ കാര്യം പോക്കാണെന്നുള്ള കാര്യം പറയാറുള്ളത്. അപ്പോൾ ഫിറ്റ്നസ് എന്ന് പറയുന്ന നിലക്കും ഒരു കംപ്ലീറ്റ് സ്പോർട്സ്മാൻ എന്നുള്ള നിലക്കും കൂടി വെറും ക്രിക്കറ്റർ മാത്രമല്ല, അദ്ദേഹം ഒരു ഐക്കൺ തന്നെയാണ് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ വന്നത്. അതുപോലെ തന്നെ മോഡലിംഗിന്റെ കാര്യത്തിലും ഒരു ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ കാര്യത്തിലും കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നതിൽ ഏറ്റവും മികച്ചൊരു ഇന്ത്യക്കാരൻ എനിക്ക് തോന്നുന്നു. സച്ചിന് ശേഷം ഏറ്റവും അധികം വരുമാനം സ്വന്തമാക്കിയിട്ടുള്ളത്, മോഡലിങ്ങിലൂടെ വരുമാനം സ്വന്തമാക്കിയിട്ടുള്ള ഒരു താരം കൂടെയാണ് അദ്ദേഹം. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് നമ്മളൊന്ന് പറയണം. പ്രത്യേകിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിജയം സമ്മാനിച്ചൊരു ക്യാപ്റ്റനാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന് കാര്യമായിട്ട് നേട്ടങ്ങൾ ആ ഒരു സമയത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും 60% മുകളിൽ വിജയം സ്വന്തമാക്കാൻ സാധിച്ചൊരു ക്യാപ്റ്റൻ കൂടെയാണ് കോഹ്ലി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വിദേശ മണ്ണിൽ ഇന്ത്യ എന്നുള്ളത് അത്ര ഒരു പതുങ്ങി നിൽക്കുകയും ഇന്ത്യൻ മണ്ണിൽ പുലിയാണ് എന്ന് പറയുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ അതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് വിദേശ മണ്ണിലും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമടാ എന്ന് ആ ഒരു ആവേശത്തോടെ പറയാൻ ഇന്ത്യക്കാരെ ശീലിപ്പിച്ച, ഇന്ത്യൻ ക്രിക്കറ്റിന് പുതിയൊരു ബോധം നൽകിയ, ദിശ നൽകിയ കളിക്കാരനാണ്, ക്യാപ്റ്റൻ ആയിരുന്നു കോഹ്ലി എന്ന് കൂടെ പറയേണ്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നാണ് വിരാട് കോഹ്ലി ഇപ്പോൾ വിരമിച്ചിരിക്കുന്നത്. അതിന് കുറച്ച് ദിവസം മുമ്പാണ് രോഹിത് ശർമ്മ വിരമിച്ച കാര്യം പറയുന്നത്. അപ്പോൾ ഒരു യുഗത്തിൻ്റെ തന്നെ ഒരു അവസാനമാണ്. ബട്ട് തീർച്ചയായിട്ടും നമ്മൾ ഇനി അടുത്ത വേൾഡ് കപ്പിലും കൂടി, വൺ ഡേ വേൾഡ് കപ്പിൽ അവരുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ക്രിക്കറ്റ് ആരാധകർക്ക് ബാക്കിയാക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമാണ്. നാളെ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം.